നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യ നടത്തി മാസങ്ങൾ പിന്നിടുമ്പോഴും പാകിസ്ഥാൻ ഇപ്പോഴും വലയുകയാണ്. ഭീകരവാദത്തിന് കോടികൾ ഫണ്ടിംഗ് നടത്തുന്ന ഒരു രാജ്യം ഇപ്പോൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാതെ വലയുന്ന കാഴ്ചയാണ് അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ച് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു. തിരിച്ചൊരു മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇന്ത്യ എടുത്ത വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു സിന്ധു നദീ ജലകരാർ മരവിച്ചത്. ജലവും രക്തവും ഒരുമിച്ചൊഴുകണ്ട എന്നുള്ള നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒറ്റ തീരുമാനമാണ് അന്ന് ആ കരാർ മരവിപ്പിക്കുന്നതിന് പിന്നിലുള്ള അതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്നോളം സിന്ധു നദീ ജല കരാർ പ്രകാരമുള്ള ജലവിതരണം നിർത്തിവെച്ച ഇന്ത്യയുടെ നടപടിയിൽ നട്ടം തിരിഞ്ഞ് പാകിസ്ഥാൻ. ഇനി പാകിസ്ഥാന്റെ ജലസംഭരണികളിൽ ഏതാണ്ട് 30 ദിവസത്തേക്കുള്ള വെള്ളമേ ശേഷിക്കുന്നുള്ളൂ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഡാമുകളായ തർബേല, മംഗള എന്നിവ ഏറെക്കുറെ വറ്റി. അതായത് ഡെഡ് സ്റ്റോറേജ് ലെവൽ വരെ എത്തിയിരിക്കുകയാണ് ഈ ഡാമുകൾ. പാകിസ്ഥാന്റെ കാർഷിക മേഖലയുടെ ഏതാണ്ട് 85 മുതൽ 90% ആശ്രയിച്ചിരുന്നത് സിന്ധു നദീ ജല കരാർ പ്രകാരം ഇന്ത്യ നൽകിയിരുന്ന വെള്ളത്തെയായിരുന്നു. ഇത് നിലച്ചതോടെ വെട്ടിലായ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ യുഎന്നിലും പല രാജ്യാന്തര വേദികളിലും ഇന്ത്യക്കെതിരെ പരാതി ഉന്നയിക്കുകയും വിവിധ രാജ്യങ്ങളിലെ അംബാസഡർമാരെ വിളിച്ച് പരിഭവം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന നിലപാടിലാണ് ഇന്ത്യ. വെള്ളവും രക്തവും ഒരുമിച്ചൊഴുകില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യയുടെ നടപടി പാകിസ്ഥാനെതിരായ യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നും ഇതിനിടെ പാകിസ്ഥാൻ സർക്കാർ അഭിപ്രായപ്പെട്ടിരുന്നു. UN രക്ഷാസമിതി, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോപ്പറേഷൻ, ഷാങ്ഹായ് സഹകരണ കൗൺസിൽ തുടങ്ങിയ തലത്തിലെല്ലാം പാകിസ്ഥാൻ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ വെള്ളത്തെ ആയുധവൽക്കരിച്ചുവെന്നും പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. എന്നാൽ പാകിസ്ഥാൻ ഭീകരവാദത്തെ സ്വയം നയമായി സ്വീകരിക്കത്തോടത്തോളം കാലം സിന്ധു നദീ ജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ ഭീകരവാദ ക്യാമ്പുകൾ നശിപ്പിക്കുക, ഭീകരവാദ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇന്ത്യ ഉന്നയിക്കുന്നത്. 1993 മുംബൈ സ്ഫോടനം, 26/11 മുംബൈ ഭീകരാക്രമണം, ഉറി, പഠാൻകോട്ട്, പുൽവാമ ഭീകരാക്രമണങ്ങൾ തുടങ്ങിയവയിലെ പാകിസ്ഥാന്റെ പങ്കും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനൊടുവിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും അത്ര ശാന്തമല്ല ഇന്ത്യ പാക് ബോർഡർ ഇപ്പോഴും. പല പ്രകോപനപരമായിട്ടുള്ള നീക്കങ്ങളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല. അത്തരത്തിലൊരു രണ്ടാം ഭാഗം ഉണ്ടായാൽ പാകിസ്ഥാനെ മുച്ചൂട് മുടിപ്പിച്ച് ഇന്ത്യ അടങ്ങും. ഇപ്പോഴും അതിർത്തി കടന്നുള്ള പാകിസ്ഥാന്റെ സാഹസങ്ങളാണ് പലപ്പോഴും നിയന്ത്രണ രേഖയെ സംഘർഷഭരിതമാക്കുന്നത്. ഡ്രോണുകളാണ് ഇപ്പോഴത്തെ വില്ലൻ. നിരന്തരമായി ഇന്ത്യൻ അതിർത്തിയിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ പറത്തുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജമ്മു കാശ്മീരിലെ പൂഞ്ച്, സാബ സെക്ടറുകളിൽ പാക് ഡ്രോണുകൾ ഇരമ്പുകയാണ്. ലൈറ്റുകൾ തെളിയിച്ച് താഴ്ന്നു പറക്കുന്ന മിന്നാമിനുങ്ങുകളെ അനുസ്മരിപ്പിക്കുന്ന ഇവ ചാവേർ ഡ്രോണുകളല്ലെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ഏതായാലും ഇന്ത്യൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇനി എത്രയൊക്കെ കൊണ്ടിട്ടും എന്തുകൊണ്ട് പാകിസ്ഥാൻ പഠിക്കുന്നില്ല? എന്തിനാണ് പ്രകോപനം? ഓപ്പറേഷൻ സിന്ദൂറിൽ നിന്നും പാകിസ്ഥാൻ ഇനിയും പഠിച്ചില്ലേ? എന്താണ് അയൽ രാജ്യത്തിന്റെ ചോദ്യം, അല്ലെങ്കിൽ എന്താണ് അയൽ രാജ്യത്തിന്റെ ഉദ്ദേശം? അതിർത്തിയിൽ ഇന്ത്യയുടെ വിള്ളലുകളും ദൗർബല്യങ്ങളും കണ്ടെത്തുകയാണ് ശത്രു രാജ്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. LOC മേഖലയിലെ സങ്കീർണമായ ഭൂപ്രകൃതി മറികടക്കാൻ ഡ്രോണുകളെ ആശ്രയിക്കുകയല്ലാതെ മാർഗമില്ല. കൂടാതെ അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം ഏതുതരം റഡാറുകളാണ് വിന്യസിച്ചിരിക്കുന്നതെന്നും തിരിച്ചടിക്കുന്നത് ഏത് വിധത്തിലായിരിക്കുമെന്നും മുൻകൂട്ടി കാണുന്നതിനും ഈ ചെറു ഉപകരണത്തെ പാകിസ്ഥാൻ ആശ്രയിക്കുന്നു. നുഴഞ്ഞുകയറ്റത്തിന്റെ സാധ്യതകൾ തേടുകയാണ് മറ്റൊരു ലക്ഷ്യം. ഡ്രോണുകൾ വഴി തോക്കുകളും ഗ്രാനൈഡുകളും താഴേക്കിട്ടതായും ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ പറയുന്നു. പ്രദേശത്തെ സാധാരണക്കാരെ കയ്യിലെടുക്കാൻ ആയുധങ്ങളും ലഹരിയും ഡ്രോൺ വഴി എത്തിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ജനുവരിയിലെ മാത്രം കണക്കെടുത്താൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ 10 മുതൽ 12 ഡ്രോണുകളെങ്കിലും പാകിസ്ഥാൻ പറത്തിയിട്ടുണ്ട്. ആന്റി UAS എന്ന് വെച്ചാൽ ആന്റി അൺമാൻഡ് ഏരിയൽ സിസ്റ്റം.
പാകിസ്ഥാന്റെ കുതന്ത്രങ്ങൾക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ മറുതന്ത്രം. ലളിതമായി പറഞ്ഞാൽ ഭീഷണി ഉയർത്തുന്ന ഡ്രോണുകളെ കണ്ടെത്തി നശിപ്പിക്കുന്ന ആകാശ സുരക്ഷാ കവചം. ആന്റി-UAS 4 ഘട്ടങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. ആദ്യം റഡാർ, RF സെൻസർ, താപ ക്യാമറ എന്നിവ ഉപയോഗിച്ച് എതിരാളികളുടെ ഡ്രോൺ കണ്ടെത്തും. പിന്നെ ഏതു തരത്തിലുള്ള ഡ്രോൺ ആണെന്ന് തിരിച്ചറിയും. ദിശയും വേഗതയും മനസ്സിലാക്കും. ഒടുക്കം ഡ്രോണിനെ നിഷ്ക്രിയമാക്കും. ആന്റി-UASൽ 2 തരത്തിലുള്ള പ്രതിരോധമുണ്ട്. ഒന്ന് സോഫ്റ്റ് കില്ലും മറ്റൊന്ന് ഹാർഡ് കില്ലും. സോഫ്റ്റ് കില്ലിൽ GPS ജാമിംഗ് വഴി ഡ്രോണിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തും. ഹാർഡ് കില്ലിൽ ലേസർ, വെടിയുണ്ട അല്ലെങ്കിൽ നെറ്റ് ഗൺ ഉപയോഗിച്ച് ഡ്രോണിനെ നശിപ്പിക്കും. പാകിസ്ഥാന്റെ ലക്ഷ്യം എന്തുതന്നെയായാലും അവർക്ക് നിരാശപ്പെടേണ്ടി വരുമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും പറഞ്ഞു. അതിർത്തിയിലെ പാക് ഡ്രോണുകളെയെല്ലാം ആധുനിക ആന്റി അൺമാൻഡ് ഏരിയൽ സിസ്റ്റത്തിലൂടെ വെടിവെച്ചിട്ടതായും കരസേനാ മേധാവി പറഞ്ഞു. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയൊരു നീക്കത്തിന് പോലും അതിശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് കൂടി ഇന്ത്യൻ കരസേനാ മേധാവി പാകിസ്ഥാനെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നതിന് ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള വിലക്ക് അടുത്ത മാസം 24 വരെ ദീർഘിപ്പിച്ചതായി പാകിസ്ഥാൻ എയർപോർട്ട്സ് അതോറിറ്റിയും അറിയിച്ചു. സൈനിക വിമാനങ്ങൾ ഉൾപ്പെടെ ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ളതും വാടകയ്ക്കെടുത്തതുമായ വിമാനങ്ങൾക്കാണ് വിലക്ക്. 9 മാസമായി നിലവിലുള്ള സംവിധാനം തുടരുക മാത്രമാണെന്നും PA അറിയിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാക് വ്യോമപാതയിൽ വിലക്ക് പ്രഖ്യാപിച്ചത്. പാക് വിമാനങ്ങളെ വിലക്ക് അന്ന് തന്നെ ഇന്ത്യയും തിരിച്ചടിച്ചിരുന്നു. അതേസമയം അതിവിപുലമായ ഇന്ത്യൻ വ്യോമ മേഖലയ്ക്ക് വിലക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഒരു തരത്തിലും പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വളരെ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ സാമ്പത്തിക നഷ്ടമുണ്ടെങ്കിലും ഇന്ത്യ സുരക്ഷിതമായിട്ടുള്ള പാത തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോഴും ഭീകരവാദത്തിന് വലിയ പ്രോത്സാഹനമാണ് പാകിസ്ഥാൻ നൽകുന്നത്. ഇപ്പോഴും സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കല്ല മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നുഴഞ്ഞു കയറി അവിടുത്തെ സമാധാന അന്തരീക്ഷം തകർക്കുക എന്നത് മാത്രമാണ് പാകിസ്ഥാന്റെ ലക്ഷ്യം. അതിനുള്ള മറുപടിയായിരുന്നു ഇന്ത്യ നൽകിയത്. ഇപ്പോഴും ആ ദുരന്തം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ വെള്ളമില്ലാതെ നട്ടം തിരിയുമ്പോഴും ഭീകരവാദത്തിന് പ്രോത്സാഹനം നൽകി ഭീകരവാദികളെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമായി പാകിസ്ഥാൻ മാറുന്നുണ്ട്.